എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊക്കെ ദേവീ ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുന്നവർ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഈ പറയുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എല്ലാവരും ചെയ്യുന്ന വഴിപാടുമാണ്. പക്ഷേ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രസാദം നേരെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വയ്ക്കും. പിന്നെ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാറില്ല. നമ്മൾ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ചെയ്യുന്നൊരു വഴിപാട് എന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രക്തപുഷ്പാഞ്ജലി കഴിക്കുക, അല്ലെങ്കിൽ ശത്രു സംഹാരം എന്ന് പറഞ്ഞിട്ട് തന്നെ പുഷ്പാഞ്ജലി ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുരുജി പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ ദേശത്തുള്ള അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള അമ്പലങ്ങളിലൊന്നും ഇപ്പോൾ ഗുരുജി പുഷ്പാഞ്ജലി ഒന്നും അത്ര പക്കയായിട്ട് ചെയ്യുന്നവർ ഉണ്ടായിരിക്കില്ല. ഗുരുജിയൊക്കെ മുഖ്യ അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഗുരുജി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്, ഈ പ്രസാദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അരിയും നെല്ലും ആ പ്രസാദത്തിൽ ഇല്ല എങ്കിൽ നമ്മളത് സ്വല്പം അത് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ആ പുഷ്പങ്ങൾ മാത്രം എടുത്തിട്ട് അതിൽ അരിയും നെല്ലും കൂടി സ്വല്പം ചേർക്കുക. ഒരു നുള്ളു മതി. അതിട്ടതിന് ശേഷം നമ്മൾ വീടിൻ്റെ അകത്തിരുന്നിട്ട് നമ്മളെന്താണ് നന്നായി പ്രാർത്ഥിക്കുക. ആ ഭഗവതിയെ നന്നായി വിചാരിച്ചുകൊണ്ട് എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ അരി നെല്ലൊക്കെ വെച്ചതിൽ നിന്ന് പകുതി ഭാഗം മാറ്റുക, പകുതി രണ്ട് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം കയ്യിലെടുത്തുകൊണ്ടാണ് നമ്മളിത് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചിട്ട് എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന തൊഴിൽപരമായിട്ട്, ദാമ്പത്യപരമായിട്ട്, ശത്രുപരമായ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യങ്ങളിലൊക്കെ ബാധിക്കുന്ന സർവ്വ ശത്രുക്കളും ഒഴിഞ്ഞു പോകണം ഭഗവതിയെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ 8 തവണ ഇങ്ങനെ ഒഴിയുക, അല്ലെങ്കിൽ മേലേന്ന് ഇങ്ങനെ ഒഴിയാം, ഇങ്ങനെ തലയിൽ 3 ചുറ്റിടാം, ഇല്ലെങ്കിൽ നേരെ ഇങ്ങനെ ഒഴിയുക. ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം അവസാനത്തെ അതായത് കാലുമ്മ കൂടൻ്റെ എടുത്തതിന് ശേഷം നമ്മൾ പടിക്ക് പുറത്തുകൂടെ വന്നിട്ട് വീടിൻ്റെ വടക്ക് ഭാഗത്തുനിന്ന് നമ്മൾ അതിർത്തി വിട്ടിട്ട് പുറത്തേക്ക് കളയുക. ഇത്ര മാത്രം ചെയ്താൽ മതി. കാരണം നമ്മൾ അതിർത്തി വിട്ടിട്ട് പുറത്തേക്ക് കളയുക. ഈ പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളത് അതെടുത്തിട്ട് നമ്മൾ ഒരു വെള്ളത്തിലിടുക. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് വീടും പരിസരമൊക്കെ തെളിക്കുക. ബാക്കിയുള്ളത് നമ്മൾ കിണറ്റിൽ വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതുവരെയുള്ള ശത്രുദോഷങ്ങൾ, രോഗദുരിതങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തന്നെ വിരോധങ്ങൾ, വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമുക്കിതിന് വളരെ എഫക്റ്റീവായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ദിവസം ബാക്കി അതിൽ ചന്ദനം, കളഭമൊക്കെ ബാക്കിയാണെങ്കിൽ, കുങ്കുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദിവസം അത് കുറി തൊടുക. അങ്ങനെ അതൊരു ആഴ്ച അത് കുറി തൊടുക. പിറ്റത്തെ ആഴ്ച അത് വീണ്ടും പോയിട്ട് ഇതേപോലെ തന്നെ വഴിപാട് ചെയ്യുക. ആ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ അരിയും നെല്ലും ചേർത്തതിന് ശേഷം അത് 2 ഭാഗമാക്കി, ആ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എടുത്തിട്ട് ഒഴിഞ്ഞിട്ട് വടക്ക് ഭാഗത്തേക്ക് കളയാം. ഈ വടക്ക് ഭാഗത്തേക്ക് കളയുന്ന നേരത്ത് അത് വേറെ വല്ല വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ കൂടോത്രം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് നീക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് ചവിട്ടാത്തൊരു സ്ഥലത്ത് നമ്മുടെ പറമ്പ് വിട്ടിട്ട് പുറത്തേക്ക് കളയാം, ഇല്ലെങ്കിൽ അത് ഒഴുക്കി കളയാം. ഇത് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സൗകര്യം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജനങ്ങളിൽ നിന്ന് അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ശത്രുദോഷം, കണ്ടൂടായിക. അതൊരു ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ കരിങ്കണ്ണ്, കരിനാവ്, പ്രാർത്ഥനാദോഷം, അങ്ങനെയൊക്കെ വരുന്ന വൈരുദ്ധ്യങ്ങൾ, മറ്റൊരാൾക്ക് നമ്മളോട് തോന്നുന്ന വിരോധങ്ങളൊക്കെ മാറി അത് നല്ല രീതിയിൽ ആയി വരാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത് ചൊവ്വാഴ്ച ദിവസമോ ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ചെയ്യാം. ഇത് ഒഴിഞ്ഞു കളയുന്നത് രാവിലെയോ വൈകിട്ടോ ചെയ്യാം. അതിനൊരു സമയത്തിനൊരു പ്രശ്നമില്ല. ആൾക്കാർക്ക് ഒരു സംശയമാണ് ഇത് രാവിലെ വേണ്ടു വൈകിട്ടോ വേണ്ടു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ നമ്മളിതൊക്കെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്കിത് ഒഴിഞ്ഞു കളയാൻ പറ്റും. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ശത്രു ദോഷങ്ങളും മാറി നല്ല ഒരു ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാവും. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത് നിങ്ങൾക്ക് പലവർക്കും ഇത് ചെയ്യാറില്ല. അമ്പലത്തിൽ പോവും, രക്തപുഷ്പാഞ്ജലി കഴിക്കും, ശത്രു സംഹാരം കഴിക്കും, ഗുരുതി കഴിക്കും, അങ്ങനെ പലതും കഴിക്കും. ഈ കഴിച്ച സാധനം അവിടെ നേരെ മേശപ്പുറത്തോ അല്ലെങ്കിൽ ഈ കളഭം, കണ്ണാടിയൊക്കെ വെച്ച ഭാഗത്ത് കൊണ്ടുവയ്ക്കുക എന്നല്ലാതെ കണ്ട് ഇത് നല്ലൊരു രീതിയിൽ ഒരു പ്രതിവിധിയായിട്ട് ആരും ചെയ്യാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം.
ആ ഒരു ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സാമ്പത്തിക ചെലവില്ലാതെ, കാരണം എന്ന് വെച്ചാൽ 10 ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിധം ക്ഷേത്രങ്ങളിൽ അതിൻ്റെ മേലെയൊന്നും ഉണ്ടാവാറില്ല. ഒരു 50 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ ഗുരുതി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ കഴിക്കാൻ പറ്റും. ആ പ്രസാദം കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറുകയും ചെയ്യും. ഇത് നമുക്ക് 7 ആഴ്ച 9 ആഴ്ച 11 ആഴ്ച അങ്ങനെയായിട്ടാണ് ചെയ്യുക. നമുക്കൊരു മാനസികമായിട്ടൊക്കെ ഒരു ദുരിത നിവൃത്തി വന്നു എന്നുണ്ടെങ്കിൽ നമുക്കിത് നിർത്തണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ വല്ല പ്രശ്നക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാരും ചെയ്യാത്തതായിരിക്കും, എല്ലാവരും പോണവരും വഴിപാടൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ആരും ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ചെയ്യാത്തവരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ വലിയ ഒരു ദുരിതം പരിഹരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, ക്ഷുദ്രാഭിചാര, ശത്രുവാദ, ദുർമൂർത്തി പ്രാർത്ഥന, സ്തംഭന വശീകരണ, മാരണദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.